ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട പ്രഷർ വണ്ടി. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നത്. മോർണിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ആ പ്ലഗൊക്കെ കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറണ്ടിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ കാർബറേറ്ററാണ്. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം അയച്ചു നോക്കുമ്പോൾ ഉണ്ടോ, കാർബറേറ്ററിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെട്രോൾ വരുന്ന ഈ ട്യൂബുണ്ട്, ഈ ഒരു പൈപ്പ്, ഈ പൈപ്പിലുണ്ടോ ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്രോൾ വന്നിട്ട് ഈ പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരുന്നിട്ട് ഇവിടെ ട്യൂബ് കട്ടായിട്ട് പെട്രോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ ഇവിടെ വരുന്ന ഈ ടാപ്പിൻ്റെ അല്ലെങ്കിൽ പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലൈൻറ്റാണ്. ഈ ടാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് പെട്രോൾ വരാൻ പാടില്ല. ഇത് ഓൾറെഡി പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെട്രോളും ടാപ്പ് മാറും. അതുപോലെ ഈ ട്യൂബിൻ്റെ ഈ പൈപ്പ് മാറ്റണം. അതുപോലെ ആ കാർബറേറ്റർ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. കാർബറേറ്ററിൽ നമുക്ക് ഓവർഫ്ലോ കാണിക്കുന്നുണ്ട്. കാർബറേറ്റർ ഓവർഫ്ലോ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫോർത്ത് വാൾവുണ്ട്, ഇത് കംപ്ലൈൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ മാറണമെന്നില്ല. നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലിയെ മാറ്റേണ്ടി വരും. ഇനി റിപ്പീറ്റ് ഓവർഫ്ലോ കാണിക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലിയെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് വണ്ടി വന്നിട്ടുള്ള കാർബറേറ്ററാണ്, അതിൻ്റേതായ പഴക്കമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. വീണ്ടും ഓവർഫ്ലോയുടെ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ മാറ്റിയാലാണ് അത് റെഡി ആവുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഈ സ്ലോ ജെറ്റ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. ഓക്കെ, നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യുക. ഓക്കെ.